നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംഹാരത്തിൻ്റെ മൂർത്തിയായ പരമശിവനാണ് ത്രിമൂർത്തികളിൽ മൂന്നാമൻ. സകല ദേവന്മാരുടെയും ദേവനായാണ് മഹേശ്വരൻ അറിയപ്പെടുന്നത്. മഹാദേവ മന്ത്രങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നാണ് പറയുക. അങ്ങനെയുള്ള മന്ത്രത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സകല ദേവന്മാരുടെയും അധിപനാണ് സാക്ഷാൽ പരമശിവൻ. സംഹാരത്തിൻ്റെ മൂർത്തിയായ പരമശിവൻ ത്രിമൂർത്തികളിൽ മൂന്നാമനാണ്. ത്രികണ്ണുകളും ജടയിലെ ചന്ദ്രക്കലയും ഗംഗയും കഴുത്തിലെ നാഗങ്ങളും പുലിത്തോൽ വസ്ത്രവും ശരീരത്തിലെ ഭസ്മാദികളും മറ്റ് ദേവതകളിൽ നിന്ന് മഹാദേവനെ വ്യത്യസ്തമാക്കുന്നു. ഇതുപോലെ തന്നെയാണ് ശിവമന്ത്രങ്ങൾ മറ്റു മന്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഓരോ ശിവമന്ത്രങ്ങളുടെയും ഫലങ്ങൾ ഒന്നൊന്നായി വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഈ മന്ത്രങ്ങൾ ഭക്തിയോടെ ജപിച്ചാൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുക. ഉദ്യോഗത്തിൽ വെച്ചടി കയറ്റം ഉണ്ടാക്കിത്തരുന്ന ശിവമന്ത്രങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ശിവപഞ്ചാക്ഷരി മന്ത്രമാണ് ഓം നമഃശിവായ. ഹൈന്ദവർ വളരെ പ്രാധാന്യമാണ് ഈ മന്ത്രത്തിന് നൽകി വരുന്നത്. യജുർവേദത്തിലെ ശ്രീരുദ്ര ചക്ര സ്തോത്രത്തിൽ നിന്നുമാണ് ഓം നമഃശിവായ എടുത്തിട്ടുള്ളത്. 5 അക്ഷരങ്ങളുള്ളതിനാലാണ് പഞ്ചാക്ഷരി എന്ന മന്ത്രം ഈ പേര് അറിയപ്പെടുന്നത്. ആദ്യ അക്ഷരമായ ന ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യത്തെയും രണ്ടാമത്തെ അക്ഷരമായ മ പ്രപഞ്ചത്തെയും സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ അക്ഷരമായ ശിവനെയും നാലാമത്തെ അക്ഷരമായ വ ഭഗവാന്റെ തുറന്ന ലാളിത്യത്തെയും പ്രതിനിധീകരിക്കുന്നു. അഞ്ചാമത്തെ അക്ഷരമായ യ ആത്മാവിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ മന്ത്രം സദാസമയവും ജപിക്കാം. നിത്യേന 1008 തവണ ജപിച്ചാൽ ആഗ്രഹ സാഫല്യമാണ് ഫലം. 108 തവണ ജപിച്ചാൽ ഉദ്യോഗത്തിൽ നിന്ന് നേട്ടവും രോഗനിവാരണവും ഉണ്ടാകും. അടുത്തത് ദാരിദ്ര്യദഹന സ്തോത്രത്തെ പറ്റിയാണ് പറയുന്നത്. ദാരിദ്ര്യ നിവാരണ മന്ത്രമാണ് ദാരിദ്ര്യദഹന സ്തോത്രം. ഏതൊരാളാണോ നിത്യേന ഈ മന്ത്രം ജപിക്കുന്നത് അയാളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. നിത്യേന മനസ്സ് ശാന്തമാക്കി 21 തവണയോ 11 തവണയോ എന്നിങ്ങനെ ഈ മന്ത്രം ജപിക്കാം. ആ മന്ത്രമാണ് ഞാനിവിടെ പറയുന്നത്. വിശ്വേശ്വരായ നരകാർണവ താരണായ കർണാമൃതായ ശശിശേഖധാരണ ധാരണായ കർപ്പൂരകാന്തി ധവളായ ജഡാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃശിവായ. ഗൗരിപ്രിയയായ രജനീ സകലാധരായ കാലാന്തകായ ഭുജംഗാധിപ കങ്കണായ ഗംഗാധരായ ഗജരാജ വിമർദ്ദനായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമഃശിവായ. ഭക്തപ്രിയയായ ഭവരോഗ ഭയാപഹായ ഉഗ്രായ ദുർഗ ഭവസാഗര താരണായ ജ്യോതിർമയായ ഗുണനാമ സൃന് നിത്യകായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമഃശിവായ. ചർമ്മംബരായ ശവഭസ്മവിലേപനായ ബാലേക്ഷണായ മണികുണ്ടലമണ്ഡിതയായ മഞ്ജീരപാദയുഗളായ ജഡാധരായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമഃശിവായ. പഞ്ചാനനായ ഫണിരാജഭൂഷണായ ഭുവനത്രയമണ്ഡിതയാ ആനന്ദഭൂമി വരദായ തമോമയായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമഃശിവായ.
ഭാനുപ്രിയയായ ഭവസാഗര താരണായ കാലാന്തകായ കമലാസന പൂജിതായ നേത്രത്രയായ ശുഭലക്ഷണ ലക്ഷിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. രാമപ്രിയയായ രഘുനാഥ വരപ്രദായ നാഗപ്രിയയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമഃ ശിവായ. മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വര വാഹനായ മാതംഗചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. വസിഷ്ഠാനകൃതം സ്തോത്രം സർവരോഗനിവാരണം സർവസമ്പത്കരം ശീഘ്രം പുത്രപൗത്രാധിവർദ്ധനം ത്രിസന്ധ്യം യാ പടേ നിത്യം സഖേ സ്വർഗമാ വാപ്നുയാത്. ഈ മന്ത്രങ്ങളാണ് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന മഹാദേവ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ദിവസേന 3 തവണയെങ്കിലും ജപിക്കൂ. തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.